കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു ഇന്നലെ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്ന് എനിക്കറിയില്ല, അധികം ആളുകളൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ആരും അതിനെപ്പറ്റി എങ്ങും സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞു കാണും. ഇന്നലെ കൊല്ലം സുധിയുടെ ഇളയ മകൻ ഋതപ്പൻ്റെ പിറന്നാളായിരുന്നു. ചെറിയ രീതിയിൽ രേണു എല്ലാം ആ ഒരു പിറന്നാൾ ആഘോഷിച്ചു, കിച്ചു ഇല്ലാതെ. പിറന്നാളാണെന്ന് അറിയാതെ ബിഗ് ബോസിലെ ചില താരങ്ങൾ, നിങ്ങൾക്കറിയാം, നമ്മുടെ ഒനിൽ സാബു, പിന്നെ ഏതാണ് സാബുമാൻ, പിന്നെ അഭിശ്രീ അബി വോട്ടവർ, ഫുൾ നെയിം എനിക്ക് കറക്റ്റ് അറിയില്ല, അബി, ആ വ്യക്തിയൊക്കെ രേണുവിനെ കാണാൻ വയ്യാതിരിക്കുകയാണല്ലോ. സോ കാണാനായിട്ട് ഇന്നലെ ആ വീട്ടിൽ ചെന്നപ്പോൾ പയ്യൻ്റെ ബർത്ത്ഡേ ആണെന്നും കൂടെ അറിഞ്ഞു. അവരെല്ലാവരും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്തു. കിച്ചു ഇന്നലെ രാവിലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പയ്യനത് എഴുതിയിട്ടപ്പോൾ അവൻ എന്തോരം സങ്കടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ആ എഴുത്തിൽ തന്നെ അവൻ്റെ മനസ്സിലെ സങ്കടമുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം, എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഈ രേണു സുധി ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തേക്കുക. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാണുന്നവർ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. രേഖപ്പെടുത്താതെ പോകരുത്. പ്രത്യേകിച്ച് ഞാൻ ഈ വായിക്കുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയിടാൻ തോന്നും. കിച്ചു ഇങ്ങനെയാണ് എഴുതി ഇട്ടിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രദർ. I know I am not in a situation where I can come to you right now, but please know that I will always be your side, no matter what. എന്താണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ കാണും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. മേ ബി യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ഐ ആം ഡൂയിങ് ഓർ ഫീലിംഗ് റൈറ്റ് നൗ. അറിയാലോ, മനസ്സിലായോ? അതായത് നിനക്ക് ചിലപ്പോൾ ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ, എൻ്റെ ഒരു ഫീലിങ്സ് എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ദിവസം, ബട്ട് വൺ ഡേ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൾ. അൺടിൽ ദെൻ ജസ്റ്റ് നോ ദാറ്റ് യു മീൻ സോ മച്ച് ടു മീ. ഒരു ദിവസം നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഒരു ദിവസം അത് വരും. അതുവരെ ജസ്റ്റ് നോ ദാറ്റ് കിച്ചു സുധിക്ക് ഋതപ്പനോടുള്ള സ്നേഹം അതിവിടെ ഉണ്ട്. ഒരു ദിവസം നിനക്ക് മനസ്സിലാവും നീ എൻ്റെ എല്ലാമായിരുന്നു എന്ന്. മനസ്സിലായില്ലേ? നീ എനിക്ക് ആരായിരുന്നു എന്ന് നിനക്കൊരു ദിവസം മനസ്സിലാവും. അതുപോലെ തന്നെ സത്യാവസ്ഥകൾ എല്ലാം നിനക്കൊരു ദിവസം മനസ്സിലാവും. നോ മാറ്റർ ഹൗ ഫാർ വി ആർ ഓർ വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ അസ്. നമ്മൾ എത്ര ദൂരത്താണെങ്കിലും നമ്മുടെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും യു വിൽ ബി ഓൾവേസ് ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ അകത്ത് എന്നും നീ സ്പെഷ്യലായിരിക്കും. ഒരു സ്ഥാനം നിനക്കുണ്ട്, ഒരു സ്പെഷ്യൽ സ്ഥാനം. ഹാപ്പി ബർത്ത്ഡേ ഋതപ്പ. ഇതാണ് കിച്ചു ഇന്നലെ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ഒരു അവസ്ഥയാണ് ഞാനൊന്ന് ആലോചിച്ച് പോയത്. രേണു എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടി, അതിലവർ കാണിച്ച ഈ പരിപാടി, ഇതിന് ശേഷമാണ് ആ പയ്യൻ അവർക്കെതിരെ തിരിഞ്ഞത്. അതിൻ്റെ പേരും പറഞ്ഞ് ഇന്ന് അവനും കൂടെ അവകാശപ്പെട്ട വീട്ടിലേക്ക് അവന് പോകാൻ കഴിയുന്നില്ല. എങ്ങനെ പോകും? പോയി കഴിഞ്ഞാൽ എല്ലാം ഇത്രയും വെച്ചോണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. എന്തിനാ അത് കാണേണ്ട കാര്യമാണ് പയ്യന്? അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് പോലും പിടിക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഇൻ്റർവ്യൂവിൽ രേണു സുധിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ബിസിനസ് തുടങ്ങും, ഞാൻ സ്ഥലം മേടിക്കും, വീട് വെക്കും. ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല. ചേച്ചി, മനസ്സ് നന്നായാലേ നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിനക്കൊരു തേങ്ങയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിൻ്റെ കയ്യിരിപ്പിന് ഇപ്പം വന്നിരുന്ന് ഒരു ചാനലിൽ, ഒരു ഓൺലൈൻ ചാനലിൽ തുരുതുരാ കൊടുത്തുകൊണ്ടിരിക്കുക ഇൻ്റർവ്യൂകൾ. എന്തിന്? ഇന്നലെയും കണ്ടു ഒരു ഇൻ്റർവ്യൂ. എന്ത് കാര്യത്തിന്? എന്നിട്ട് അവിടെ ആ ഇൻ്റർവ്യൂവിൻ്റെ ആങ്കറിനോടാണ്, പൊന്നു മോളെ, നീ ബാക്കി എല്ലാവരെയും കുറ്റം പറയുന്നുണ്ടല്ലോ, നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് നാണമില്ലേ? കിച്ചു എന്ന് പറയുന്ന പയ്യനെ ഇപ്പോഴും പിടിച്ചിട്ടോണ്ടിരിക്കുക. എന്തിനാ പയ്യനെ വെച്ചിട്ടോ നീ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ ചാനൽ? ഒരു കാര്യമില്ലാതെ അവൻ്റെ പേരും വേറൊന്നും നിനക്ക് ആ സ്ത്രീയോട് ചോദിക്കാനില്ലേ? ഇല്ലേ? ഇന്നലെ ഒരു ഇന്റർവ്യൂ കണ്ടു, ഫുള്ള് കിച്ചു കിച്ചു കിച്ചു. എന്തിന് കിച്ചു? ഇല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതുവരെ കുത്തിപ്പൊക്കി വന്നിരുന്ന് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യത്തിന്? അവർക്ക് തെരുവിളി മേടിച്ചു കൊടുക്കാനോ? റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ കിട്ടത്തില്ല. ഡൗൺ ആണിപ്പോൾ. മനസ്സിലായില്ലേ? ഡൗൺ ആണ്. ഞാൻ മിക്കവാറും ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തൽക്കാലം ഞാൻ മിക്കവാറും നിർത്തും. ഇനി കുറച്ചധികം ദിവസത്തേക്ക് ചെയ്യണ്ട എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. കാരണം
താല്പര്യമില്ലടോ. പിന്നെ കണ്ടന്റ് ആണ്, നമുക്കൊക്കെ കണ്ടന്റ് അത്രേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം എടുത്ത് ചെയ്യുന്നതാ. പക്ഷെ ഇത് സ്ഥിരം വയ്യ, ഒരുമാതിരി വെറുപ്പാവുന്നു. ഇവർ തന്നെ റീച്ചിന് വേണ്ടി നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഇവർ തന്നെ കാട്ടിക്കൂട്ടുന്നതാണെന്ന് നമുക്ക് അറിയാം കേട്ടോ ചേച്ചി. അത് നമുക്കറിയാം, ഈ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ, നിങ്ങളെ പറ്റി പിന്നെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് സംസാരിക്കണം, പിന്നെ നിങ്ങൾക്ക് ഹൈപ്പ് കിട്ടണം, അറിയാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് വരണം, നിങ്ങൾ പറയുന്ന അവരാധം കേൾക്കാൻ പറയണം, നിങ്ങൾക്ക് അങ്ങനെ പൈസ കിട്ടണം. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്കും വേണം പൈസ, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി ഈ വളഞ്ഞ വഴി പിടിക്കുന്നതുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറും. എന്തായാലും രേണുവിന്റെ ചേച്ചിയല്ല ഇന്നലെ ഇരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. രേണു ചേച്ചിയുടെ അടുത്ത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കും. കിച്ചു വിളിക്കാത്തതിൽ അല്ലെ, കിച്ചുവിന്റെ കാര്യത്തില് ഒരു സഹോദരി എന്ന നിലയിൽ ചേച്ചി അമ്മേനെ പോലെ സ്നേഹിച്ച, അമ്മ തന്നെയായിട്ട് സ്നേഹിച്ചിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തില് രമി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? രമി ചേച്ചിക്ക് പറയാനുള്ള കേൾക്കാം. ആങ്കർ മോളെ, നീ കണ്ടോ അമ്മയെ പോലെ സ്നേഹിക്കുന്നതും അമ്മ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹിച്ചതും ഒക്കെ നീ കണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തറിഞ്ഞിട്ടാ നീ പറയുന്നത്? രേണു സുധി ബന്ധപ്പെട്ട് ഈ അടുത്താണ് നീ ഒരു ഇന്റർവ്യൂ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ മുമ്പ് കുറച്ച് കാലമായി. അന്ന് നടന്നതൊക്കെ എന്താണെന്ന് ഇവർ വിളിച്ചു പറഞ്ഞ എന്താണെങ്കിലും കാട്ടിക്കൂട്ടിയത് എന്താണെന്നൊക്കെ മോളൊന്ന് പോയി ഒന്നൊന്ന് എന്താ ഇരുന്ന് നോക്ക്. സോഷ്യൽ മീഡിയ തന്നെ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടിട്ട് നീ മനസ്സിലാക്കിയിട്ട് വന്നിരുന്ന് ഇവരെ പൊക്കാൻ ശ്രമിക്കും. എനിക്കും ഞങ്ങള് അമ്മയെ പോലെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ അവനെ അന്ന് സുധിച്ചേട്ടൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ തൊട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാ കാണുന്നത്. പിന്നെ അവൻ എന്തുകൊണ്ടാ ഇങ്ങനെ, അതൊക്കെ ഓരോരുത്തരല്ലേ പേഴ്സണൽ, അതെന്താ അതിന്റെ പിന്നിൽ എന്താണ് അത് അവനറിയാം. എന്താണെന്ന് നമുക്കിപ്പോഴും അത് മനസ്സിലാകുന്നില്ല. കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ വിളിക്കും, ഇവിടെ വരും, സംസാരിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ എന്താ പെട്ടെന്നൊരു മാറ്റമൊന്നും അവള് പറഞ്ഞ പോലെ തന്നെ എനിക്കറിയത്തില്ല, അതിൽ എന്നാന്ന് ഉള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. കാരണം നമ്മള് ഈ മക്കളെ 4 പേരെ ഒന്നിച്ചായിരുന്നു അന്നും കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇവനിങ്ങനെ വന്ന് മാറിപ്പോയപ്പോ പിന്നെ അതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നീട് എപ്പോഴെങ്കിലും അതെ കിട്ടി, അത്രേ ഉള്ളൂ. ഇപ്പൊ കിച്ചു വരുന്നത് തന്നെ വീഡിയോ എടുക്കാനാണ്, അല്ലെങ്കിൽ വ്ലോഗ് എടുക്കാനാണ്. എന്താ പറയാ, കട്ടിലിന്റെ അടിയിൽ ആ ഒരു അവാർഡിന്റെ ഇത് കിടക്കുന്നു. അപ്പം നിങ്ങക്ക് നാണമില്ലേ? നാണം ആങ്കറിനോടാണ്. നാണമില്ലേ നിനക്ക്? നാളുകൾക്ക് മുമ്പ് നടന്ന് കഴിഞ്ഞു പോയ കാര്യം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നീ ആർക്ക് വേണ്ടിയാണോ ഈ സംസാരിക്കുന്ന അവര് തന്നെ താഴത്തേക്ക് പോകും. ഇപ്പൊ ഞാൻ താഴത്തേക്ക് ആക്കി കാണിച്ചു തരാം, നീ ബാക്കി പറ. പൂർവ്വം ഒരു പണി തരാൻ വേണ്ടി ചെയ്ത പോലെ കണക്ക് ഫീൽ ചെയ്യുന്നു. ഞങ്ങള് അന്ന് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. കാരണം അവൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മളോട് അതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അന്ന് ഇവനിങ്ങനെ ഇത് വന്ന് ഇട്ടപ്പോഴും അപ്പൊ ഈ പിള്ളേർ കുഞ്ഞാ, അത് മഴ സീസൺ ആയിരുന്നു അന്ന്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വെക്കാൻ ഷെൽഫും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ. അന്നേരം ഈ പിള്ളേർ വീട്ടിൽ അതെല്ലാം കൂടെ എടുത്ത് നിരത്തി ഇടുക എന്തോ ചെയ്ത് അന്നേരമായിരുന്നു കിച്ചു വന്നപ്പം. അത് കഴിഞ്ഞാണ് ഈ വീഡിയോ വരുന്നത്. നമുക്ക് പറഞ്ഞപ്പം ഞാൻ അന്നേരം ഞാൻ ഓർത്ത് എന്നാ ഇവൻ ശ്രദ്ധിച്ചു കാണത്തില്ല. ഇവ ശ്രദ്ധിക്കാതെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്, കിച്ചു ഇത് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്തതാന്ന്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോന്ന് പോലും വിചാരിക്കുന്നത്. കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞു എന്ന് നിങ്ങളോട് ആരോ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ വിശ്വസിച്ചു, ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചു. കിച്ചുവിന്റെ വീട്ടിൽ ചെന്ന് ആരോ അവനോട് എന്തൊക്കെയോ പറഞ്ഞ് അവനെ അങ്ങോട്ട് മനം മാറ്റി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇല്ലേ? പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തെറ്റ്. കിച്ചുവിനെ ആരോ ചെന്ന് മറ്റേ മനം മാറ്റിയതാ, എന്തോ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങ് മനം മാറ്റിയതാ. അത് വലിയ തെറ്റ്. നിങ്ങളടുക്കെ വന്നിട്ട് ആരോ വന്ന് പറയുകയാണ് അന്ന് അവൻ വന്ന് വീഡിയോ എടുത്തില്ലേ, അത് മനഃപൂർവ്വം ചെയ്തതാ എന്നവൻ വേറെ 2-3 പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ വിശ്വസിച്ചു. അത് തെറ്റല്ല അല്ലേ? അല്ല, ആ ഒരു പരിപാടി കൊള്ളാലോ ചേച്ചി. അതെങ്ങനെയാ? അവൻ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്ത തെറ്റല്ല, അതെങ്ങനെയാ? ആ ഒരു ലൈൻ എനിക്ക് പിടികിട്ടിയില്ല. നാണമുണ്ടോ ഈ രമ്യ ചേച്ചിയോടല്ല ഈ ചോദ്യം? ഇപ്പോൾ ഇനിയിപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ അനിയത്തിയെല്ലാം പറഞ്ഞിട്ടാണോ ഈ ആങ്കർ ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കഴിഞ്ഞത് അന്ന് അവൻ ആ വീഡിയോ എടുത്ത് അതൊക്കെ മനഃപൂർവ്വമാണെന്ന് നിങ്ങളോട് ആരൊക്കെയോ പറഞ്ഞു, ഇപ്പം നിങ്ങളത് വിശ്വസിക്കുന്നു. അയ്യോ, നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല, നിങ്ങൾ തന്നെ കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടിട്ടാണ്. എന്താണ് നിങ്ങളെന്ന് നിങ്ങൾ നമുക്ക് കാണിച്ചു തരിക, അതിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിടികിട്ടിയോ? അല്ലാതെ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് കേട്ടിട്ട് അത് മാത്രമല്ല നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്.
എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം എന്നുള്ളത്. രേണുവിൻ്റെയൊക്കെ അഭിനയം ബാക്കി കണ്ടോണം, കുറച്ചുണ്ട്. അല്ല, അവൻ അതൊന്നും അറിഞ്ഞോണ്ടല്ല, അവൻ അറിയാതെ വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. പെട്ടെന്നൊരു തിരിച്ചില് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചേച്ചിക്ക് ഫീൽ ചെയ്യണേ? അതായത് ഇവര് തമ്മിൽ പേഴ്സണലി വലിയ ഗ്രഡ്ജോ കാര്യങ്ങളോ ഇല്ല, അല്ല ഒരു വിരോധോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് വരുമ്പോഴേക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അത് എന്താന്ന് മനസ്സിലാവില്ല, പക്ഷെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ എന്താ. അവന് ബോധം വെച്ചു, പിടികിട്ടിയോ? ബോധം വെച്ചു, അത്രേ ഉള്ളൂ. ഒരുപാട് പേര്, ഇപ്പൊ രേണുവിനെ ഉൾപ്പെടെ ഒരുപാട് പേരെ മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്ളോഗറുണ്ട്, ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം പറയേണ്ട കാര്യമില്ല. ഇനി ഇത് പറഞ്ഞെന്നും പറഞ്ഞ് അവർ ഇനി എന്തൊക്കെ പറയുന്നത്. അപ്പം അന്ന് അവരൊരു ദിവസം ഇങ്ങനെ കിച്ചുവിന്റെ അടുത്ത് ചെന്ന്, സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനെ ആളിക്കത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല സത്യം എന്നുള്ളത് നമുക്ക് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക ആളുകളോട്? അതെ, അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര, ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ പറയാം. പിന്നെ ഓരോ നമുക്ക് എത്ര പേരോട് നമുക്ക് പറയാൻ പറ്റും, എത്ര പേരോട് നമ്മളെ കൊണ്ട് എത്ര പേരോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ടു. നിങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഉണ്ടല്ലോ, നടക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾ കാണിക്കുന്ന പല പരിപാടി, നിങ്ങൾ തന്നെ നിങ്ങളുടെ വാഗുണ്ട്, നിങ്ങളുടെ പെങ്ങൾ ഉൾപ്പെടെ പറയുന്ന പല കാര്യങ്ങളും, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എല്ലാം ഒന്ന് ഒതുങ്ങി നിന്നതാ, ശാന്തതയായിരുന്നു. അപ്പോൾ വന്നിട്ട് വീണ്ടും കയറി ഒരു ഇൻ്റർവ്യൂവിനകത്ത് കയറി ഇരുന്ന് അങ്ങോട്ട് തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? നിങ്ങൾ തന്നെ പറ. രേണുവിൻ്റെ ചേച്ചി തന്നെ പറ, എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും? നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ ആഗ്രഹം സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, അത് നമ്മൾ ചെയ്തും തരാം. പിന്നെ ആ ചെയ്തു തരുന്നതിനെ കുറ്റം പറഞ്ഞ് പിന്നെ അടുത്തത് അതെന്ത് പരിപാടിയാ? അതാ മനസ്സിലാവാത്തത്. പറഞ്ഞോട്ട് ഇപ്പോഴും പറയുന്നവര് പറഞ്ഞോണ്ട് നമുക്കറിയാം, നമുക്കൊരു സത്യമുണ്ട്, അത് നമ്മുടെ വീട്ടുകാർക്ക് അറിയാം. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ദൈവത്തിന് അറിയാം, അത് മതി. ഈ കിച്ചു കാണാൻ വരാത്തതിൽ ഞാൻ ചേച്ചിയുടെ ചോദിക്കുന്നില്ല, ചേച്ചിക്ക് സങ്കടം ഉണ്ടെന്നുള്ളത് തോന്നുന്നുണ്ടോ? മീൻസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സങ്കടം വിചാരിച്ചിട്ട് കാര്യമില്ല? ഇല്ല, വിചാരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടാകാതിരിക്കത്തില്ല. കാരണം നമ്മള് ഒന്നും കണ്ടിട്ടോ ഒന്നിനും വേണ്ടിയല്ല, നമ്മള് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ മക്കളെ പോലെ ചേർത്ത് നിർത്തിയതാ. കാരണം അന്ന് അത് പറയാൻ കാരണം, ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയാൻ കാരണം അന്ന് രേണുമോളെ, കഴിഞ്ഞ ദിവസം നീ ഇന്റർവ്യൂ പറഞ്ഞ കാര്യമൊക്കെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അയാള് ചത്തുപോയില്ലേ, അയാൾ മരിച്ചുപോയി, ഏത് സുധിയെ, അതൊന്നും നമ്മൾ ചോദിച്ചാൽ അതിനൊന്നും ഒരു മറുപടിയില്ല അല്ലേ? അതിനൊന്നും ഒരു മറുപടിയില്ല. പണ്ട് കിച്ചു വന്ന് വീഡിയോ എടുത്തതും അതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ ഇന്റർവ്യൂവിലിരുന്ന് പറഞ്ഞതിനോടൊക്കെ എതിർത്തുകൊണ്ട് അവരുടെ വർത്താനം കേട്ടിട്ട് എന്തേ ചേച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആ മനുഷ്യനുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഇരുന്ന് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും അവർക്ക് ഉത്തരവില്ല. സീരിയസ്ലി എൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് ബാക്ക് ടു ബാക്ക് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർക്ക് അസുഖം വന്നപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വന്നു, ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ചേച്ചി, ചില്ലറയൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് അഹങ്കാരം. അയ്യോ, 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അത് 18 വയസ്സ് വരെ വിദ്യാഭ്യാസം ഉള്ള സമയത്താണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചത്. ഇന്ന് അവൻ ബിസിനസ്സായി. ഇപ്പൊ ചേർത്ത് പിടിക്കുന്നവരുടെ ഉദ്ദേശം ഞാൻ എന്തോ പൊന്നോ, അയ്യോ ഇതാണ് ഋതപ്പനെ കാണിക്കട്ടെ. സുധിച്ചേട്ടൻ എന്നെ അഭിനയ ചേച്ചി പറഞ്ഞ് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുമായിരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പയ്യനെ കയറ്റി വിടണമെന്ന്. കഷ്ടം കേട്ടോ. അതിനെപ്പോലും ഉപയോഗിക്കാതെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിനകത്തായിട്ട്, ഇൻ്റർവ്യൂവിൻ്റെ ലാഭത്തിന്, ഇൻ്റർവ്യൂടെ കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ, ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനകത്തൂടെ കിട്ടുന്ന ലാഭം, അതിന് വേണ്ടിയിട്ട് അതിനെ കൂടെ ഉപയോഗിക്കാതെ. ഒരു കാര്യം വന്ന ഒരു സമയത്ത് എന്താ പറയാ, ഇപ്പൊ കിച്ചും കൂടി ഉണ്ട്, അപ്പം ചേച്ചി സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ കിച്ചും കൂടി ഉണ്ട്, ഒരു മോനും കൂടി ഉള്ളതാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം ഈ കല്യാണത്തിന്റെ ഒരു സമയം? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. കിച്ചുവിനെ സൂചിച്ചേട്ടൻ ആദ്യം കൊണ്ടുവരുമ്പോ തന്നെ നമ്മള് വീട്ടിൽ, അത് നേരത്തെ സൂചിച്ചേട്ടൻ ഇവള് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മോനുണ്ട്, നമുക്ക് അങ്ങനെയുള്ള ഒരു ഇത് വന്നുമില്ല, ഇന്നുമില്ല. ഇപ്പം അതിന്റെ പേരിലാണെങ്കിൽ തന്നെ കുറെ എന്താ പറയാ, എനിക്കൊന്നും സീസൺ വൈസ് ആണ് ചേച്ചിയായിട്ടുള്ള വിവാദങ്ങൾ വരുന്നത്. ഒരിടയ്ക്കാണെന്നുണ്ടെങ്കിൽ മരിച്ച ആ ഒരു സമയത്ത് സ്പ്രേ ബോട്ടിൽ വിവാദം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറെ നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. എത്ര കാലത്തിന് മുമ്പുള്ള കാര്യമാ എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഇപ്പൊ വന്നിരുന്ന് കുത്തിപ്പൊക്കി, നീ ആയം തൊട്ടുള്ള കുത്തിപ്പൊക്കി വീണ്ടും
എന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അടുത്ത ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, പിന്നെ അതിനെപ്പറ്റി ഇരുന്ന് രേണുവിന് അടുത്ത വീഡിയോ ചെയ്യാം. ആ ഒരു മെൻറ്റാലിറ്റിയിലല്ലേ ഈ പണ്ടത്തെ മൊത്തമുള്ള ഇങ്ങനെ കുത്തിക്കീറി എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളും കുത്തിക്കീറും, നാറും കിടന്ന് പുഴുക്കും. മനസ്സിലായോ? നാറത്തേ ഉള്ളൂ. നിന്റെ ഐഡിയ ആണോ, രേണു ചേച്ചിയുടെ ഐഡിയ ആണോ, ചാനലിൻ്റെ ഐഡിയ ആണോ, ആരുടെ ആണെങ്കിലും നാറിപ്പോകത്തേ ഉള്ളൂ. പഴയതോരോന്നും ബാക്കിയുള്ളവരും കൂടെ ഇങ്ങനെ കുത്തിപ്പൊക്കി എടുക്കാൻ തുടങ്ങിയ എയർ ഹോസ്റ്റസ്, നേഴ്സ്, മനസ്സിലായോ? നാട്ടുകാരെ ചില്ലറൊന്നും അല്ല പറ്റിച്ചേക്കുന്നത്. ഈ സ്പ്രേ ബോട്ടില് ചേച്ചി എറിഞ്ഞു ഉടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആളുകൾ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് പുറത്തുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ചേച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്തിന് വിഷമം? ചേച്ചിക്ക് എന്തിന് വിഷമം? ആ മുഖം കണ്ടിട്ട് എന്തെങ്കിലും വിഷമമുള്ള ഒരാളുടെ പോലെ തോന്നുന്നുണ്ടോ? ചേച്ചിക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് അടുത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ചാനലിനകത്തൂടെ കയറിയിരുന്ന് അടുത്ത വീഡിയോ ചെയ്യുക, ആരെങ്കിലുമൊക്കെ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും അതിനകത്തുനിന്ന് പൈസ കിട്ടും. പക്ഷേ ചേച്ചിയുടെ ആ ഒരു പ്ലാൻ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? റീച്ചൊക്കെ പോയി കിടക്കുക. ആൾക്കാർ വെറുത്തു തുടങ്ങി, അങ്ങനെ അറ്റം നിങ്ങളെ വെറുത്തു തുടങ്ങി. നിങ്ങളെ വീഡിയോ കാണത്തില്ല. കാര്യങ്ങൾ അറിയേണ്ടവർ എന്നെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകാരുടെ വീഡിയോ പോയി നോക്കും, എന്താണ് ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ കഥ കേൾക്കാൻ നിൽക്കത്തില്ല. കാരണം നിങ്ങൾ തന്നെ എങ്ങനെ ആക്കി മാറ്റി രേണു. വേണ്ട, നിനക്ക് 10 പൈസ ഞങ്ങൾ കാരണം കിട്ടരുത് എന്നൊരു മൂഡിലേക്ക് നീ ആൾക്കാരെ എത്തിച്ചു. നിന്റെ തെറ്റാ അത്. മനസ്സിലായോ? കൂടെ നിൽക്കുന്ന ആരും കാണത്തില്ല എന്ന് ഓർക്കുക രേണു സുധി. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.